അരുൺകുമാർ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരസഭാ പരിധിയിൽ വരുന്ന പാണക്കാട് ഭാഗത്ത് എടായിപ്പാലം എന്ന് പറയുന്ന മേഖലയിൽ മണ്ണിടിച്ചിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മുജീബാണ്. അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിങ്ങൾ കണ്ടിരുന്നു. ആ തെങ്ങ് കടപുഴകി വീഴുന്നതിന് മുമ്പ് നിങ്ങൾ വിഷ്വൽ എടുത്തിരുന്നു. അതേപോലെ റോഡിലേക്ക് മണ്ണ് വരുന്നത് കണ്ടിട്ടാണ് നമ്മളിത് നോക്കി വെച്ചത്. അപ്പൊ ഇത് അവര് ആൾക്കാർ ശ്രദ്ധിച്ചോട്ടെ, ജനങ്ങൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തുടക്കം വെച്ച് വീഡിയോ എടുത്തത്. അധികാരികളോടൊക്കെ പറഞ്ഞ് അയച്ചൊക്കെ കൊടുത്തു. വീഡിയോ ഫുൾ ലൈവായിട്ട് വിട്ടതും അതേപോലെ എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുത്താണ്, മൊത്തത്തിൽ കൊടുത്താണ്. വീഡിയോ കണ്ടിട്ട് നഗരസഭയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കരുതൽ ചെയ്യായിരുന്നു. അവർ 4 ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് അവിടെ മാന്തിട്ടുള്ളത്. വീഡിയോ എടുത്ത സമയത്തും ചെറിയ രീതിയിലുള്ള മണ്ണൊലിപ്പൊക്കെ ഉണ്ടായിരുന്നില്ല. റോട്ടിലേക്ക് മണ്ണ് നല്ലോണം ഒലിക്കണായിരുന്നു, ചളിയായിട്ട്. അതെന്നാ? മിനിഞ്ഞാന്നും ഇന്നലെയുണ്ട്. മിനിഞ്ഞാന്ന് മുതൽ തന്നെ മണ്ണൊലിച്ചിറങ്ങുന്നുണ്ട്. അതെ. ഇന്നലെ തൊട്ട് ഞങ്ങൾ ശരിക്കും നല്ലൊരു വീഡിയോ എടുത്ത് അതിന്റെ വീഡിയോ വിഷ്വല് ഇൻഫർമേഷൻ കൊടുത്തിട്ടിരുന്നു, കറക്റ്റ് കൊടുത്തിട്ടിരുന്നു. ഇതിൽ ആൾക്കാർ ശ്രദ്ധിക്കണം, ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുത്തൊരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടായിരുന്നു, ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എടേപ്പാലം അത് താഴ്ഭാഗത്ത് വെള്ളം വന്നിട്ട് നമ്മൾ വെള്ളം വിഷ്വൽ ഇട്ടിട്ട് അതിന് കുറെ ഭീഷണി വന്നിരുന്നു. ലാസ്റ്റ് ഇവിടുന്ന് എന്നവർ മണ്ണെടുത്ത് മഴ പെയ്തപ്പോഴൊക്കെ ഇവിടുന്ന് മണ്ണെടുക്കുന്നുണ്ടായിരുന്നു JCB? അതെനിക്കറിയില്ല, കാരണം അവര് മണ്ണെടുത്തതിന് ശേഷമുള്ള അവിടെ മേലെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത്, വെള്ളം ഇറങ്ങിയിട്ട് ഇടിഞ്ഞ് കല്ലും മണ്ണുമാടെ ഇപ്പോൾ വരുന്നത് നമ്മൾ കണ്ടല്ലോ, കണ്ണും മണ്ണുമാടെ ഒന്നിച്ച് ഇറങ്ങി വരുന്നത്. ആ മരങ്ങൾ ഒന്നിച്ച് കടപോയി വീണ്. സമയത്ത് JCB അങ്ങനത്തെ സംവിധാനം മണ്ണെടുക്കുന്നു? ഇല്ല, മണ്ണിങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്, വെള്ളം ഒലിച്ചു വരുന്നുണ്ട്, നമ്മൾ കണ്ടിരുന്നത്. മുജീബ്, ഈ വീഡിയോ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞ വീഡിയോ എടുത്തതിന് ശേഷമാണോ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നത്? ഭീഷണിയല്ല, നിങ്ങൾ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മള് പരാതി കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതി കൊടുക്കുന്നത്. അതായത് ഇവിടെ ഇത്ര അനാസ്ഥ നിലനിൽക്കുന്ന അദ്ദേഹം വീഡിയോ എടുത്ത് ഒരു മിനിറ്റ് അപ്പുറത്ത് നമ്മുടെ എടേപ്പാലത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു വിഷലുണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ കഴിഞ്ഞോടത്തൊരു വീഡിയോയും ഇവിടുത്തെ ഓഡിയോ വെച്ച് ഞാൻ കൊടുത്തത്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയാലോ, കൊടുത്തത് അങ്ങനെ തന്നെ. അപ്പോൾ അതേ സമാന സംഭവം ഇവിടെ എടേപ്പാലത്ത് നടന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ നമുക്ക് വീഡിയോ വിട്ടെന്ന്, ഇതാണ് ഇവിടുത്തെ സ്ഥിതി, ഓഡിയോ ഇവിടുത്തെ ആൾക്കാരിന് വിട്ടെന്ന് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ വിട്ടത്. ആ വിട്ടത് കാരണത്താല് നമ്മള് പിന്നെ നമുക്ക് ഭയങ്കര, അതായത് വീഡിയോ വിട്ടതിന് ശേഷം അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുന്ന പോലെ പരാതികൾ കൊടുക്കുമെന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടാകില്ല, സംസ്ഥാന പാതയിൽ റോഡിൽ മണ്ണിടിയില്ല, ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല. അവരുടെ ഇടപെടൽ ഇവിടെയാണ് വേണ്ടിയിരുന്നത്. വീഡിയോ എടുത്ത് പരാതി പറഞ്ഞ ആളുകൾക്കെതിരെ അല്ല വേണ്ടിയിരുന്നത്. നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ളത് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഇത് 1-2 ആൾക്കാർ പ്രശ്നമില്ലത്. ഇതിന് മുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്കൂളുകളുണ്ട്, അതേപോലെ അപ്പുറത്ത് കുറെ വീടുകളുണ്ട്. ഇത് യാത്ര ചെയ്യുന്ന നല്ലൊരു ഭയങ്കര മലപ്പുറം റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എല്ലാം.